നമസ്കാരം, ഞാൻ ജെയിംസ് കാരൂർ. ഈ കാണുന്നത് ഒരു ട്രാൻസ്ഫോമറാണ്. വെള്ളങ്ങാട് ജംഗ്ഷന് സമീപത്തായി ഈ ട്രാൻസ്ഫോമറിന് മുകളിലായി അനേകം ചെടിക പടലങ്ങളും കാടും കയറി നശിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കാൻ വേണ്ടി ഈ നാട്ടുകാരായ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഇതിന് ഓപ്പോസിറ്റായിട്ട് ഇവിടുത്തെ റോഡിൻ്റെ ഒരു സൈൻ ബോർഡുണ്ട്. ആ സൈൻ ബോർഡാണെങ്കിൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ കാട് പടലങ്ങൾ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവിടെ ജലനിധിയുടെ ഒരു വെള്ളം പൈപ്പ് പോകുന്നുണ്ട്. ആ പൈപ്പ് ഇപ്പോൾ പൊട്ടി ഒഴുകുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ മാറ്റാൻ വേണ്ടി ചീനിക്കമ്പോ ചീനിയിലയോ പാക്കിംഗ് കേസോ ഏതൊക്കെയോ വെച്ച് മറച്ചിരിക്കുകയാണ്. അപ്പം അതിൽ വെള്ളം നിൽക്കുമെന്നാണ് ആ ചെയ്ത ആളുകളുടെ തോന്നൽ. എന്നാൽ ഒരിക്കലും ഈ വെള്ളം നഷ്ടപ്പെടുത്തുന്നത് അനേകം രൂപ മുടക്കി ഈ പൈപ്പ് ലൈൻ ഇട്ടിട്ട് ജനങ്ങളുടെ ടാക്സും മേടിച്ച് അവരുടെ നികുതി പണം കൊണ്ട് ഇത് പണിഞ്ഞിട്ട് അവർക്ക് ഒരു ദിവസമെങ്കിലും വെള്ളത്തിൻ്റെ പൈസ അടച്ചില്ല എങ്കിൽ അവരുടെ പൈസ ഫൈനും അതിനുപരി ഫൈനും എടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം ജനങ്ങൾക്ക് ആവശ്യമാണ്. അതിനാൽ ഈ ഭാഗത്തെ കാട് പടലങ്ങളും ട്രാൻസ്ഫോമറിന് സംരക്ഷണം നൽകുന്ന വേലിക്ക് മുകളിൽ കൂടി ഇപ്പോൾ കാട് പടലങ്ങൾ കയറിയിരിക്കുകയാണ്. ഇവിടെ ക്ഷുദ്രജീവികൾ ആവാസ കേന്ദ്രമായിട്ട് വന്നിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാൻ റോഡിൻ്റെ അതോറിറ്റിയോ പഞ്ചായത്തോ മറ്റ് സർക്കാർ മാധ്യമങ്ങളോ എന്തെങ്കിലും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ, ഈ വെള്ളം ഒഴുകുന്ന ആറ് പോലെ ഒഴുകുകയാണ്. ഇത് ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളമാണ്. എന്നാൽ ഇത് ഉപയോഗശൂന്യമാക്കി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി എല്ലാ ആൾക്കാരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഈ കാടുപടലങ്ങളൊക്കെ വെട്ടിമാറ്റുകയും വെള്ളങ്ങാട് ജംഗ്ഷന് വൃത്തിയാക്കിയിടുവാൻ ഈ അതോറിറ്റി ഒന്ന് കനിവുണ്ടാകണം. ഇവിടെ സൈൻ ബോർഡ് വെച്ചേക്കുന്നിടത്തും കാടുപടലങ്ങളാണ്. ഇവിടെ ഒരു കലിങ്ങുണ്ട്. ആ കലിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പോകുന്നില്ല. ആ കാരണം കൊണ്ടാണ് ഇവിടെ വെള്ളം കെട്ടി നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നത്. ഇവിടെ മൊത്തം കാട് കയറി നശിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ കാണുന്ന റോഡ് കൈലാസം മലയിലോട്ട് പോകുന്ന റോഡാണ്. ഇതിൻ്റെ ഇരുഭാഗങ്ങളിലുള്ള ലൈറ്റുകളെല്ലാം കാഴ്ച വസ്തുവായിട്ട് മാത്രമാണ്. രാത്രി ഇരുട്ടത്ത് പോകാനുള്ള ഉപയോഗത്തിന് വേണ്ടി സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ലൈറ്റുകളൊന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കാണുന്നത് ഇപ്പോൾ. ഈ വെള്ളങ്ങാട്ട് ജംഗ്ഷനിൽ ഇങ്ങനെയുള്ള അപകടസ്ഥിതി മാറ്റുവാൻ പഞ്ചായത്തോ വകുപ്പ് നിയന്ത്രിക്കുന്ന ആൾക്കാരോ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. ജെയിംസ് കാരൂർ. ഓക്കെ, താങ്ക് യു. പനമ്പറ്റയിലും ജെയിംസ് കാരൂർ. ഓക്കെ, താങ്ക് യു.